ഇപ്പോൾ വ്യാപകമായിട്ട് യുഎഇയിൽ കഴിയുന്ന ആളുകൾക്ക് വാട്സപ്പ് ഉള്ളവർക്കെല്ലാം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് 20-30 ദിർഹം സമ്പാദിക്കണം, ഒന്നും ചെയ്യേണ്ട, ഞങ്ങളെ അയച്ചു തരുന്ന ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞ്. മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന കാര്യം, ആദ്യം 20-ഉം 30-ഉം 50-ഉം ഒക്കെ ആയിട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അക്കൗണ്ടിലേക്ക് കാശ് വരുമ്പോൾ വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ പൊതുവേ നമ്മുടെ സ്വഭാവം. നമ്മളത് വിശ്വസിക്കുന്നു, അങ്ങനെ 50, 200 ആകുന്നു. കുറേ ദിവസം കഴിയുമ്പോൾ പറയും ഇങ്ങനെയല്ല, നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ട്, നിങ്ങൾക്ക് വേഗതയുണ്ട്, ആക്യുറസിയുണ്ട്, ടെക്നിക്കൽ നോളജുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നൊരു കാശ് ആ അക്കൗണ്ടിൽ തന്നെ ഇട്ടിട്ട് അതിനൊരു ഫണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വലിയ തുകയിലേക്ക് 10,000ങ്ങളിലേക്ക് പോകാൻ പറ്റും. അതാണ് സാധ്യതകൾ, ഉപയോഗിക്കണം. നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെ ഒഴിവാക്കിയിട്ടിരുന്നാൽ പോലും നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാം ഭാവിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിച്ച് നമ്മളെ കൊണ്ട് ചെറിയൊരു എമൗണ്ട്, അതായത് അവർക്ക് ചെറുതെന്ന് തോന്നുന്നൊരു എമൗണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട്, ഒരു സെക്യൂരിറ്റി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും. കാരണം നമുക്കിനി 30, 20, 50 ഇങ്ങനെ കുറേ തന്നല്ലോ അവർ. ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് കാശ് തന്നല്ലോ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ചെറിയൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു 1000 ദിർഹമോ 2000 ദിർഹമോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് ആ പ്രവർത്തനത്തിലേക്ക് പോകാമെന്ന് 1-2 മാസം കൊണ്ട് നമ്മൾ തീരുമാനിക്കും. ആ കാശ് കിട്ടുന്നതോടുകൂടി ഈ വിദ്വാൻമാർ പിന്നെ കമൻറ്റുമില്ല, നമുക്കൊരു മറുപടിയും തരില്ല, നമ്മളെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാൻ മുന്നോട്ട് വരില്ല. അവർ അപ്രത്യക്ഷരായി മാറുകയും ചെയ്യും. വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അക്കൗണ്ടിൽ 20-30 വരുമ്പോൾ നമ്മൾ ഒരു വരുമാനമായല്ലോ, ഇടവരുമാനമായല്ലോ, ചായ കുടിക്കാമല്ലോ, ഊണ് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണല്ലോ പോണത്. എന്നാൽ ഇതിൻ്റെ രണ്ടാം ഭാഗം കൂടി ഒന്ന് മനസ്സിലാക്കണം. ഈ കാശ് അവരുടെ കയ്യിൽ നിന്നെടുത്ത് നമ്മളെ സേവിക്കാൻ വേണ്ടി തരുന്നതല്ല. ഈ നഷ്ടം അവരെങ്ങനെ വരുത്തുന്നു, 200-300 കിട്ടിയാൽ നമുക്ക് നിർത്തിക്കൂടെ, പിന്നെ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കാശ് അവർ സ്വന്തമാക്കുന്നത് മറ്റു പല രാജ്യങ്ങളിലെയും പല അക്കൗണ്ടുകളിലും നുഴഞ്ഞു കയറിയിട്ട് OTP സംവിധാനമൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള കാശ് കിടക്കുന്നത് അവർക്കറിയാം. അവർ അതിന് ഹാക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന കാശാണ്. അത് പല വിധത്തിൽ ഇങ്ങനെ വിനിയോഗിച്ചുകൊണ്ട് കൂടുതൽ കാശുണ്ടാക്കാനുള്ള വിദ്യയാണ് അവർ ചെയ്യുന്നത്. ഇതിനിടയിൽ കൂടി ആ കാശ് ഉപയോഗിക്കുന്ന മറ്റൊരു സംവിധാനമുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ, ഇന്ത്യയിലാണെങ്കിൽ പറയും 10 ലക്ഷം രൂപ, യുഎഇയിലാണെങ്കിൽ പറയും 50,000 ദിർഹംസ്, ഇങ്ങനെയൊക്കെ പറയും. അതിട്ട് തരുമ്പോൾ നിങ്ങൾ അതിൻ്റെ 20% നിങ്ങൾ എടുത്തോളൂ ഒരു ഫീസായിട്ട്, ബാക്കി 80% ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇട്ടു തരണം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്ന സംവിധാനവുമുണ്ട്. അതിപ്പോൾ നാട്ടിൽ വളരെ വ്യാപകമായി നടക്കുകയാണ്. നമ്മുടെ കുടുംബക്കാരോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറയേണ്ട വിഷയമാണ്. ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ, 10 ലക്ഷം, 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് തരും. ഒരു ഫീസ് നിങ്ങൾ എടുത്തോളൂ 20%, ബാക്കി ഞങ്ങൾ പറയുന്ന ഇന്ന അക്കൗണ്ടിലേക്ക് ഇടണം എന്ന് പറഞ്ഞാൽ ആ കാശ് സമ്പാദിക്കാൻ വേണ്ടി നിൽക്കരുത്. നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകുന്നത് മാത്രമല്ല, ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് ചോദ്യോത്തരങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും എന്ന കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. ഏതായാലും സാമ്പത്തിക തട്ടിപ്പിൻ്റെ പുതിയ മുഖങ്ങൾ പല രാജ്യങ്ങളിൽ നേരത്തെ തന്നെ ചെറുതായി ഉണ്ടായിരുന്നത് ഇപ്പോൾ വ്യാപകമായ ഒരു തൊഴിലടിസ്ഥാനത്തിൽ തന്നെ വന്നിരിക്കുന്നു. ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ.